അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നല്ലവരായ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും മറ്റുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മതവും ഭൗതികമായ വിജ്ഞാനം പഠിച്ചു മാതാപിതാക്കന്മാർക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെട്ടവരായിത്തീരാനും ദുന്യവിയും ഉഖറയുമായ വിജയം നേടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഈ സംസാരം നിങ്ങളെല്ലാവരും ഫുള്ളായി കേൾക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ സംഭവ ബഹുലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോവിഡ്-19 എന്ന മാരകമായ രോഗം ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മിൽ മാത്രം ഒതുങ്ങാതെ ഇന്നത് തീവ്രമായി തന്നെ അതിൻ്റെ ജൈത്രയാത്ര, വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദുരിതത്തിൽ നിന്ന്, കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകുമെന്ന് നാമൊക്കെ ധരിച്ചതാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി ആ ധാരണകളൊക്കെ മറികടന്ന് പൂർവോപരി ശക്തിയോടുകൂടി വീണ്ടും നമ്മെ ഈ രോഗത്തിൻ്റെ കരാളഹസ്തത്തിൽ അകപ്പെടുത്തുന്നതിനുള്ള ശക്തി പ്രാപിച്ച് ഇത് മുന്നോട്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയവനെയും ചെറിയവനെയും പണക്കാരനെയും പണിക്കാരനെയും ഭരണാധികാരിയെയും ലോക ക്രമങ്ങളിലുള്ള ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങൾ മുഴുവനും നിശ്ചലമാക്കുന്ന വിധത്തിലുള്ള ശക്തിയേറിയ ഗമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും ജീവിതം ചിട്ടപ്പെടുത്തുകയും നമ്മളുടെ ചിന്താമണ്ഡലത്തെ വികസിപ്പിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ കോവിഡ്-19 എന്ന ഈ വിപത്ത് കൂടുതൽ ബാധിച്ചത് വിദ്യാഭ്യാസ മേഖലയാണ്. മറ്റെല്ലാ സംവിധാനവും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായെങ്കിലും അവകൾ തുറന്ന് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ
സാധാരണ നിലയിലേക്ക് വരാനുമൊക്കെ സാഹചര്യങ്ങൾ ഒരുങ്ങിയെങ്കിലും വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും ഒരർത്ഥത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. വിദ്യ നുകരുന്നവർ ഇന്ന് ഒന്നും കഴിയാത്ത വിധത്തിൽ സാങ്കേതികമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ നിഷ്പ്രഭമാണ്. അതുകൊണ്ടൊന്നും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ വിഷണ്ണരായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം തുടർന്നാൽ ഇവിടെ വിജ്ഞാനത്തിൻ്റെ, അതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ഐക്യത്തിൻ്റെ, നന്മയുടെ എല്ലാ വെളിച്ചവും കുറഞ്ഞ് വരും. അങ്ങനെ ഒരന്ധകാരത്തിൽ അകപ്പെടും. ഈ അന്ധകാരം നമ്മെ നശിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ഭയാനകമായ സാഹചര്യത്തിൽ എല്ലാറ്റിനും തയ്യാറായി, എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ, അതുപോലെ തന്നെ അതിനെ അകറ്റി നിർത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. പുതിയ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ആശങ്കകൾ അകറ്റാനുള്ള മാർഗങ്ങൾ നമ്മൾ നേടിയിരിക്കണം. കാര്യങ്ങൾ പഠിച്ചാലേ ആശങ്കകൾ ഉണ്ടാവുകയുള്ളൂ. ആ ആശങ്കകൾ അകറ്റി നിർത്താൻ, അതിന് മോചനം നേടാൻ, അതിൽ അകപ്പെടാതിരിക്കാൻ ഉള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നമ്മളുടെ ജീവൽ കാര്യമായ എല്ലാറ്റിനേക്കാളും ഉയർത്തിപ്പിടിക്കുന്ന വിജ്ഞാന സമ്പാദനം മുറക്ക് നടക്കണം എന്നാണ് നാം പ്രതിജ്ഞ എടുത്താൽ, നമ്മളങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീർത്തും അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഇനി എനിക്ക് ഉണർത്താനുള്ളത് നമ്മുടെ പഠനത്തെക്കുറിച്ചാണ്. നമ്മുടെ പഠനം ഇനി വഴുകിക്കൂടാ. ഭാഗികമായി ആരംഭിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. മജ്മ എന്ന വൈജ്ഞാനിക സമുച്ചയം, അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ശരീഅത്ത് കോളേജ്, ശരീഅത്തുൽ ആർട്സ് കോളേജ്. ഈ പ്രത്യേകമായ സാഹചര്യം നമ്മളിലേക്ക് വന്നപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മളൊരു പരിധിവരെ നമ്മുടെ വിജ്ഞാന സമ്പാദനം നാം നിലനിർത്തി. ആരൊക്കെ അത് ഉപയോഗിച്ചു, അവഗണിച്ചു, ഇതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ആരൊക്കെ ഉപയോഗിച്ചോ അവർ വിജയികളിൽ നിന്നും, ആര് അവഗണിച്ചോ അവർ പരാജിതരിൽ നിന്നും എന്ന് ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുണ്ട്. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പ്രത്യേകത അവൻ നേരിടുന്ന സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒഴുക്കിനെതിരെ ബലം പ്രയോഗിച്ച് നാം നീന്തേണ്ടി വരും. ആ ഒഴുക്കിൽ പൊങ്ങുകൾ പോകുന്നത് പോലെ, ഒഴുക്കിനോടൊപ്പം കുമിളകൾ പോകുന്നത് പോലെ പോകാൻ ഒരുങ്ങിയാൽ അതെവിടെയെങ്കിലും ചെന്ന് മുട്ടി തകരും. അതേസമയത്ത് ശക്തി സംഭരിച്ച് ഒഴുക്കിനെതിരെ നീങ്ങേണ്ട സന്ദർഭത്തിൽ അങ്ങനെ തന്നെ നീങ്ങാൻ ആര് തയ്യാറാകുന്നുവോ അവർക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഇനിയിപ്പോൾ നടന്ന നമ്മുടെ ഇടയിൽ പലരും ഈ COVID-19 ഈ സാഹചര്യം അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി വായിച്ച് പഠിച്ചവരുണ്ട്, പുസ്തകങ്ങൾ വായിച്ചവരുണ്ട്, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ട് അവരെ പരീക്ഷകൾ എഴുതാൻ ശക്തി പ്രാപിച്ചവരുണ്ട്. അതുപോലെ തന്നെ വിദേശ പത്രങ്ങളിൽ വരെ, പ്രസിദ്ധീകരണങ്ങളിൽ വരെ എഴുതി തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ
നടത്താൻ ശ്രമിച്ചവരുണ്ട്. എന്നാൽ മറ്റ് ചിലർ ഇതൊക്കെ ഒരു ഹോബിയായി കണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ക്ലിയറാകുമെന്ന് വിചാരിച്ച് ഒരു വർഷം പോയതവരറിഞ്ഞില്ല. പഠനരംഗത്തുണ്ടായ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനരംഗത്തേക്ക് അവർ വന്നില്ല. അവർ പലപ്പോഴും അവരോടൊരിക്കലും യോജിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു അവർ മാറി നിൽക്കുകയായിരുന്നു. ആദരവ് പക്ഷേ രേഖപ്പെടുത്തിയിരിക്കാം. അതല്ലെങ്കിൽ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും വന്ന്, പല സാഹചര്യങ്ങളിലും വന്ന്, പല ചടങ്ങുകളിലും വന്ന് അവർ കൈപൊക്കിയിട്ട് സാന്നിധ്യം അറിയിച്ചെന്ന് വരിക്കാം. പക്ഷേ മനസാന്നിധ്യത്തോടു കൂടി ഉണ്ടായിട്ടില്ല എന്നതാണ്. ഞാൻ അവരെക്കുറിച്ചും കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം. കാലങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര സമയം ഏതാണ്ട് ഒരു വർഷക്കാലം പൂർത്തിയാകാനായി കഴിഞ്ഞു. പക്ഷേ നമ്മൾ കൂടുതൽ അപകടത്തിലേക്കും ജാഗ്രതയിലേക്കും നീങ്ങേണ്ട അവസ്ഥയുമാണുള്ളത്. ഈ സന്ദർഭത്തിന് കൊണ്ട് പറയാനുള്ളത്, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഇനി പഠനം വൈകിക്കൂടാ. അതിനു വേണ്ടി നിങ്ങളൊന്ന് കക്ഷകെട്ടി ഇറങ്ങണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഏതെല്ലാം ജോലികളിലോ അതല്ല മറ്റുള്ള ബന്ധങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊട്ടിയടച്ച് ഇനി പഠനരംഗത്തേക്ക് മടങ്ങണം. അതിന് തയ്യാറെടുക്കണം. ഒരു യുദ്ധമുഖത്തെ, ഘോരമായ യുദ്ധത്തെ നേരിടാൻ പക്വതയും പാകതയും ഉള്ളവരായി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് മജ്മ എന്ന ഈ വൈജ്ഞാനിക സമുച്ചയത്തിലെ ശരീഅത്ത് കോളേജിൽ നാം തുറക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത തിങ്കളാഴ്ച 4-ാം തീയതി 10 മണിയോടുകൂടി ഞാനിവിടെ പറയുന്ന ക്ലാസ്സുകാർ സ്ഥാപനത്തിലെത്തണം. ഭാഗികമായിട്ടേ തുറക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വൈകാതെ മറ്റുള്ളവരെയും നമുക്കതിൽ പങ്കാളികളാക്കാം. 8-ാം ക്ലാസ്സുകാരും 2-ാം ക്ലാസ്സുകാരും 1-ാം ക്ലാസ്സുകാരും 8, 2, 1 ക്ലാസ്സുകാർ അവർ അടുത്ത 4-ാം തീയതി തിങ്കളാഴ്ച സ്ഥാപനത്തിൽ 10 മണിക്ക് മുമ്പായിട്ട് എത്തണം. എത്തുന്നതിന് മുമ്പായി അവർ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്നാമതായി അവർ ഒരു സമ്മതപത്രം ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പുകളിൽ നമ്മൾ അതിൻ്റെ PDF കോപ്പി വിടും. അത് നിങ്ങൾ കണ്ടെത്തി അതെടുത്തിട്ട് ഒരിക്കൽ അത് പ്രിൻ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നേരാവണ്ണം നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾ A4 എഴുതിയോ അതിൽ രക്ഷിതാവിനോട് ഒരു ഒപ്പ് ഒപ്പിച്ച് നിങ്ങൾ കൊണ്ടുവരണം. മഹത്തായ ഒരു സ്ഥാപനമെന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിന് നമ്മുടെ പരിചയത്തിനപ്പുറത്തുള്ള ചില ഏജൻസികളുടെ, സർക്കാർ സംവിധാനങ്ങളുടെ ചില നിയമങ്ങളുണ്ടാകും. അത് പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങൾ ഉണർത്തുകയാണ്. 8-ാം ക്ലാസ്സുകാർ, അതുപോലെ 2-ാം ക്ലാസ്സുകാർ, 1-ാം ക്ലാസ്സിലുള്ളവർ അല്ലാത്തവർ അവർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. അവർ എപ്പോഴും അവരെ വിളിക്കാം, എപ്പോഴും സ്ഥാപനത്തിൽ വരാം. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള പഠനത്തിൻ്റെ സമയമായി തീരുമാനിച്ചിരിക്കുകയാണ്. കൃത്യമായി അവർ ഓൺലൈൻ ക്ലാസ്സുകളിൽ അവർ പങ്കെടുക്കണം. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പറയുന്നു ഈ പറയപ്പെട്ടവർക്കാണ്, ഈ ക്ലാസ്സുകാർക്ക് താൽക്കാലികമായി. ഇനി അല്ലാത്തവർ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ വിപുലമായ ശേഖരണത്തിന് ലഭ്യമാകുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഇന്നത്തെ സാഹചര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കണം. അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് അവതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം. സ്ഥാപനവുമായി, ഗുരുനാഥന്മാരുമായി, ക്ലാസ് ലീഡർമാരുമായി എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നേരം പുലർന്നാൽ നല്ല വസ്ത്രം ധരിച്ചു അവർ ക്ലാസ് റൂമിലേക്ക് എത്തുന്നത് പോലെ തന്നെ വീട്ടിലെ പ്രത്യേക ഭാഗത്തിരിക്കണം. അവിടെ പുസ്തകങ്ങളും അവർ ഉപയോഗിക്കേണ്ട സാമഗ്രികളും അവരുടെ ചാരത്തുണ്ടാകണം. അങ്ങനെ കൃത്യമായ ഒരു പഠന മേഖല അവർ വീട്ടിൽ സംവിധാനിക്കണം, അതിൽ ഭാഗമാകുന്നിടത്ത് സംവിധാനിക്കണം. ഇതേക്കുറിച്ച് നമ്മുടെ രക്ഷിതാക്കളോട്, കുടുംബങ്ങളോട് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു പാഠശാല ഉണ്ടാക്കണമെന്നാണ്
ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ആ പാഠശാല അടച്ചു, ഇവിടെ തുറക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ എല്ലാം ഉള്ളവരായി തന്നെ, നമ്മൾ എല്ലാം അറിയുന്നവരായി തന്നെ, സംവിധാനത്തെ പരിചയപ്പെട്ടവരായി തന്നെ നിങ്ങൾ വരണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ക്ലാസ്സുകാരല്ലാത്ത എല്ലാവരും പഠനരംഗത്തേക്ക് നിങ്ങൾ നീങ്ങണം, അതിന് സംവിധാനം ഏർപ്പെടുത്തണം. ഇനി മാറി നിൽക്കരുത്. നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മെ രക്ഷിക്കാൻ, നമ്മെ താങ്ങാൻ, നമുക്ക് വിജയം വെള്ളയിൽ വെച്ച് തരാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ശ്രമിക്കാതെ നിങ്ങൾ ശ്രമിക്കണം. ഒരു സ്ഥാപനത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. മഹാന്മാരായ ഉസ്താദുമാരുടെ, ഗുരുനാഥന്മാരുടെ സ്റ്റാഫ് ചേരുകയും പ്രത്യേകമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടെ കുട്ടികളെ ഈ മറ്റുള്ള ഏത് സ്ഥാപനത്തിലെ കുട്ടികളെക്കാളും മികച്ചവരായി നമുക്ക് കൊണ്ടുവരണം, ഏത് സാഹചര്യമാണെങ്കിലും എന്ന് തീരുമാനിക്കുകയും അവരെല്ലാ അർത്ഥത്തിലും അതിന് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് ഈ ക്ലാസ്സുകാർ, ഓൺലൈനിൽ വരുന്ന ക്ലാസ്സുകാരുടെ അവർ വരുമ്പോൾ നേരിട്ടവരോട് പറയാലോ. അതേസമയത്ത് ഓഫ്ലൈനിൽ ഉള്ള ഓൺലൈനിലുള്ള ആൾക്കാരോടൊന്നും പറയാം, ഓഫ്ലൈനിലുള്ള ആൾക്കാരോട് നമുക്ക് പറയാം. നിങ്ങൾ ഓൺലൈനിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. സ്ഥാപനവുമായി ബന്ധപ്പെടാത്തവർ, ലീഡർമാരുമായി ബന്ധപ്പെടാത്തവർ, ഗുരുനാഥന്മാരുമായി ബന്ധപ്പെടാത്തവർ, പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവർ ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങളെ വളരെ വ്യക്തമായിട്ട് കർശനമായിട്ട് അറിയിക്കുകയാണ്. ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു പാഴ്വാക്കായി നിങ്ങൾ കരുതേണ്ടതില്ല. അതിനനുസൃതമായ നീക്കങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന് ഉണർത്തുന്നു. ഈ വരുന്നവരോട് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പോലീസും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്കുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായി വരികയും വേണം. നമ്മളങ്ങനെ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടത്തുകയല്ല. നിങ്ങൾ ഇതൊക്കെ പോലീസിന് ചില ഈ രംഗത്തിൻ്റെ നിയമങ്ങളുണ്ട്, ആരോഗ്യ പ്രവർത്തകർക്കുണ്ട്. ആ കാര്യങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് ആദ്യമായി ഒരു സമ്മതപത്രം രക്ഷിതാവിൽ നിന്ന് ഒപ്പുവെപ്പിച്ച് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ നിങ്ങൾ നേരത്തെ പോലെയുള്ള പെരുമാറ്റങ്ങളെല്ലാം ഉള്ളത്. എപ്പോഴും എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ പഠന സമയത്തും എല്ലാം ഇവിടെയാണ് 2 മീറ്റർ അകലം പാലിച്ചായിരിക്കണം നമ്മൾ കൈകാര്യം വരേണ്ടത്, ഇവിടെ പെരുമാറേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറഞ്ഞ സമയം നമുക്ക് ബാക്കിയുള്ളൂ. കുറേ സമയങ്ങൾ പാഴായിപ്പോയി എന്ന് തന്നെ പറയാം. അത് ആ സമയം നമുക്ക് വീണ്ടെടുക്കണം. അതുകൊണ്ട് ചില പ്രത്യേകമായ നിബന്ധനകൾ സ്ഥാപനം വെച്ചിരിക്കുകയാണ്. ഇതനുസരിക്കൽ 100-ൽ 100% നിർബന്ധമാണ്. ഒന്നാമതായി നമ്മൾ പറയാനുള്ള ബൈക്ക് നിങ്ങളാരും കൊണ്ടുവരരുത് ഇങ്ങോട്ട്. ബൈക്ക് കൊണ്ടുപോകാൻ അടുത്ത വീടുകളിലോ വേറെ സ്ഥലങ്ങളിലൊന്നും വെക്കാനൊന്നും സമ്മതിക്കുകയില്ല. അതിനൊക്കെ നമുക്ക് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും വെക്കാൻ പറ്റില്ല, ഇഷ്ടത്തിന് ചെന്ന് സമയത്തെ എടുത്ത് കൊണ്ടുപോവുക, ഇതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ബൈക്ക് ആരും കൊണ്ടുവരണ്ട. ഇങ്ങോട്ട് വരാനുള്ള മാർഗം രക്ഷിതാവിനെ കൊണ്ട് നിങ്ങൾ അന്ന് അതിൽ ബന്ധപ്പെട്ടവരെ കൊണ്ട് നിർവഹിക്കണം, അവരോട് പറയണം, അവർ ആ കാര്യങ്ങൾ നിർവഹിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ട് വരാൻ സാധിക്കുന്നവർ അങ്ങനെ വരണം. അതല്ലാതെ ബൈക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ വാഹനം എന്ന് വിചാരിക്കേണ്ടതില്ല. അത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. അത് പക്ഷേ 15 ദിവസം കഴിഞ്ഞിട്ടാവാം, ഒരു മാസം കഴിഞ്ഞിട്ടാവാം. അതൊക്കെ അതുകൊണ്ട് തന്നെ ബൈക്ക് എന്നുള്ള വാഹനം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. മറ്റൊരു വാഹനങ്ങളും നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ ഇവിടെ എത്തിയ ശേഷം മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല. അതിലേക്കൊന്നും നീങ്ങാൻ സമ്മതിക്കുന്നതല്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട കർശനമായ കാര്യങ്ങൾ എടുക്കേണ്ടി വന്നാൽ പിന്നെ അതിൽ ഒരു മാപ്പോ ഒന്നുണ്ടാകുകയില്ല എന്ന് വളരെ ശക്തിയായി നിങ്ങളോട് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഫോൺ നമുക്കറിയാം, ഫോൺ കൊണ്ടുവരാം. അതേ സമയത്ത് ആ 4 മണിയുടെയും 6 മണിൻ്റെയും ഇടയിലായി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തന്നെ അതിന് വെക്കണം, അങ്ങനെ തന്നെയാകണം. ഇവിടെ വന്ന് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പിന്നീട് അങ്ങത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ നീങ്ങിയാൽ നമ്മൾ അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. അതല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അരുമസന്താനങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, എത്ര സമയമാണ് നമുക്ക് പാഴായിപ്പോയത്. ഇതിൻ്റെ പേരിൽ എത്ര സമയങ്ങൾ പാഴായിപ്പോയി. എന്ത് നേടാൻ കഴിഞ്ഞു? നമുക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും അത്യന്തികമായ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട്
നിങ്ങൾ ഈ വിഷയത്തിൽ നിയമം നിങ്ങൾ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ അസംബ്ലിയുടെ സന്ദേശ മേഖലയായതിനാൽ രംഗമായതിനാൽ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ വലിയൊരു പാത്രം വെച്ചത് നിങ്ങൾ ചിലരെങ്കിലും അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയില്ല. നിങ്ങളുടെ പാത്രം നിങ്ങൾ സാധാരണ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളും സാധനങ്ങളും അവർ കൊണ്ടുവരണമെന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, മജ്മ ഇപ്പോഴും നമ്മുടെ അരുമ സന്താനങ്ങളോട്, കുട്ടികളോട്, വിദ്യാർത്ഥികളോടൊപ്പമാണ് ഉണ്ടാവാറ്. കഴിവിൻ്റെ പരമാവധി അവരെ ഉൾക്കൊള്ളാനും അവരുടെ കാര്യങ്ങളിൽ പരിശ്രമിക്കാനും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഉണർത്താനുള്ളത്, കർശനമായ കാര്യങ്ങൾ നിബന്ധനകൾ വെക്കുമ്പോൾ നിങ്ങളെന്നോട് സഹകരിക്കണം എന്നാണ്. അപ്പോൾ ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ പാത്രം നിങ്ങൾ തരും, പ്ലേറ്റ് നമ്മൾ തരും, ഗ്ലാസ് തരും. അത് നിങ്ങൾ തന്നെ വെക്കുക, കൃത്യമായ ഒരു സ്ഥലത്ത് വെക്കുക. ആ പാത്രം തന്നെ വീണ്ടും നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുക, നിങ്ങൾ തന്നെ വൃത്തിയാക്കി വെക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യാവൂ എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ പലപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള കൂട്ടിക്കലരുകളും നടത്താറുണ്ട്. ചിലപ്പോൾ കോളേജിൽ നിന്ന് പള്ളിയിലേക്ക്, പള്ളിയിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ അതായത് ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നതിന് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ കുളിക്കാൻ പോകുമ്പോൾ തോർത്തുമുണ്ടുകൾ ഉപയോഗിക്കും. ഇങ്ങനത്തതൊന്നും അതെല്ലാം എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം എന്ന് ഉണർത്തുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾ തയ്യാർ ചെയ്തിട്ട് വരണമെന്ന് ഉണർത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, ഫോണിൻ്റെ കാര്യം, ബൈക്കിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, സാമഗ്രികൾ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ താമസിക്കാൻ ഉള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ കട്ടിലും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ. അതേ സമയത്ത് നിങ്ങൾ പുതപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ, വിരിപ്പ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് അത് നിങ്ങൾ കൂടെ കൊണ്ടുവരണം. ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കുന്ന രൂപത്തിലായിരിക്കും ഇവിടെ സംവിധാനിക്കുക. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ വേണമോ, ബ്രഷ്, പേസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം ഓരോരുത്തർക്ക് അവരുടെ തന്നെയായി ആവണം, അങ്ങനെ തന്നെ ഉപയോഗിക്കാവും എന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പസിന് പുറത്തു പോകുന്നതിനും ചില പരിമിതികൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാത്രമല്ല ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരും ശ്രദ്ധിക്കാനുള്ള ഉണ്ടാകും. ക്യാമ്പസ് നമ്മൾ 7 ഏക്കറയാണ് നമ്മളുടെ ഭൂമിയുള്ളത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവിടെ ആ 7 ഏക്കറിൽ സഞ്ചരിക്കാം. അതിന് പുറത്തോട്ട് പോകാൻ, ഉദാഹരണത്തിന് മേപ്പർപ്പാട് വരെ പോകാനോ, കാവനൂർ പോകാനോ, അതല്ലെങ്കിൽ പുറത്ത് എലിയപ്പറമ്പിൽ പോകാനോ ഒരു നിലക്കും അനുവാദം ഇല്ല എന്നാണ്. ഇവിടുന്ന് വന്നു ക്യാമ്പസിൽ കയറിക്കഴിഞ്ഞാൽ അവർ ക്യാമ്പസിൽ കഴിയുക, നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാത്രം പുറത്തേക്ക് പോകുക എന്നല്ലാതെ പുറത്ത് പോകാൻ ഒരു വിധത്തിലുള്ള അനുവദിക്കുന്നതല്ല. ഇതിൽ എല്ലാ ഉസ്താദുമാരും എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. മാത്രമല്ല ഈ സംവിധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 10-90ഓളം കോളേജുകൾ ചേർന്നാണ്. ഇതിന് കൂട്ടായ ചില തീരുമാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണിത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, പുറത്തു പോകാൻ ഒരു നിലക്കും വരും. അതുകൊണ്ടാണ് പറഞ്ഞ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്നും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പൂർണ്ണമായിട്ട് ആവശ്യമായിട്ട് ഓഫീസിലും അവരുടെ ക്ലാസ് ഉസ്താദിനെയും അറിയിച്ചിട്ടല്ലാതെ ഒരിക്കലും പുറത്തു പോകാൻ നല്ല വിഷയത്തിൽ നിങ്ങൾ പരിഗണിക്കാതിരുന്നാൽ ഒരു നിലക്കും പിന്നീട് ഒരു റെക്കമെൻഡ് കൊണ്ടും ഇവിടെയും പരിഗണിക്കുന്നതല്ല എന്ന് നിങ്ങൾ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. CIC നമുക്കറിയാം. CIC സംവിധാനം അത് ലോകോത്തര വിദ്യാഭ്യാസ മേഖലയെ ആവാഹിച്ചെടുത്തിട്ട് നമ്മിലേക്ക് നിൽക്കുകയാണ്. പുതിയ സിലബസ് ആ രംഗത്ത് വന്നിരിക്കുകയാണ്. ചില ക്ലാസ്സുകാർക്കൊക്കെ പുതിയ ഗ്രന്ഥങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ
ഉന്നതന്മാർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അധ്യാപക ശില്പശാല 2 തവണകളായിട്ട് CAC നടത്തി. നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ മെത്തേഡെല്ലാം അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നീങ്ങുക എന്നാണ് ഉണർത്താനുള്ളത്. ഈ ഓഫ്ലൈൻ ആകുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇറങ്ങി വരാൻ കഴിയും. ഓൺലൈനിലാകുമ്പോൾ ചില കുഴപ്പങ്ങൾ പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓഫ്ലൈനിലുള്ളവർ ആ വിഷയം വളരെ ശ്രദ്ധിക്കണം. വലിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകം ഭാഷാ പഠനത്തിന് ലോകോത്തര നിലവാരത്തിലുള്ള രംഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ഭാഷ പഠിക്കാനുള്ള അറബി ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഒക്കെ അതിൽപ്പെട്ട് ഉള്ളൂ. ഇത് ഭാഷകളൊക്കെ ഉണ്ടാവും. അത് അങ്ങനെയുള്ള സംവിധാനമാണ്. LSRW എന്നാണ് ഇതിന് അവരുടെ മോഡലാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അഥവാ നമ്മുടെ ഒരു തയ്യാറെടുപ്പിന് സാധാരണ പോലെ നമ്മൾ കോളേജിൽ തുറക്കുന്നു, അടക്കുന്നു, നാട്ടിൽ പോകുന്നു, വരുന്നു. ഇതിനപ്പുറത്ത് പുതിയ ഒരുപാട് മാറ്റങ്ങൾ ലോകക്രമത്തിൽ വന്നിരിക്കുന്നു, ജീവിതത്തിൽ വന്നിരിക്കുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുന്നു, സ്ഥാപനത്തിൽ വന്നിരിക്കുന്നു. ഇതിനൊക്കെ നേരിടാനുള്ള എല്ലാവിധ മനസ്സോട് കൂടിയിട്ട് മറ്റുള്ള ബന്ധങ്ങൾ മുഴുവനും മാറ്റിവെച്ച് മറ്റുള്ള ചിന്തകൾ കയറ്റാതെ നല്ല ഈ ഇവിടെ കൊടുക്കുന്ന വിജ്ഞാനപരമായ പാഠ്യേതര വിഷയങ്ങൾ മുഴുവനും ഉൾക്കൊള്ളാൻ പാകമായിരിക്കണം എത്തണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പുതിയ ഗ്രന്ഥങ്ങൾ പല നിങ്ങൾക്കൊക്കെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയിരിക്കും. അവിടെയൊക്കെ മറാജികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവലംബങ്ങൾക്കാണ്. അഥവാ അതിൽ നിന്ന് തന്നെയായിരിക്കും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാകുക എന്നാണ് ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മുഴുവൻ സമയം ഇതിന് ഉപയോഗപ്പെടുത്തേണ്ടി വരും. സമയം എത്രയായാലും മുഴുവൻ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ മതി വരാത്ത സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് മുഴുവൻ സമയം ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനത്തോടു കൂടി നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പങ്കാളികളാകേണ്ട എന്ന സംഘടനയിലോ അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലോ മറ്റുള്ള ഏതെങ്കിലും ഏർപ്പാടുകളിലോ ഒക്കെ ബാക്കി കുറച്ച് മനസ്സ് അവിടെയും കുറച്ച് മനസ്സ് ഇവിടെയും ഇങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം അത് മുഴുവൻ നിർത്തിവെക്കണം. ക്ലാസ് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാനതിന് പോകുകയാണ്, ഇനി അതുമായി ഒരു ബന്ധവും പാടില്ല, എല്ലാം തീർത്ത് നിങ്ങൾ പോരണമെന്ന് ഉണർത്തുക. കാരണം നമുക്ക് ഇവിടെ മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തിയാലും മതിയാകാത്ത തരത്തിലുള്ള അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് ആർജിച്ചെടുക്കണം. ഇൻഷാ അല്ലാഹ് സാധ്യമാകും. കൊറോണയും അതിനപ്പുറത്തും എന്ത് വന്നാലും ശരി ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവ്. അതുപോലെ തന്നെ ആഖിറം വിജയിക്കാൻ മതിയായ ഒരു സംവിധാനമാണിത്. ദുനിയാവും വേണം, ആഖിറവും വേണം, കുടുംബം വേണം, നമുക്ക് സമൂഹം വേണം, നമുക്ക് രാജ്യം വേണം, നമുക്ക് ഒരു മഹിതമായ ഉത്തമമായ സമൂഹ സൃഷ്ടിപ്പ് നടത്താൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ശ്രദ്ധിക്കണം. ഇനി അവസാനമായി പറയാനുള്ളത്, ഈ സംവിധാനത്തോട് ചേർന്ന് നിന്ന് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിങ്ങൾ സമർപ്പണങ്ങൾ നടത്താൻ തയ്യാറായാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വിജയം വരിക്കാൻ കഴിയും. നിങ്ങൾ മഹത്തായ സ്ഥാപനത്തോടൊപ്പം ഗുരുനാഥന്മാരോടൊപ്പം ഈ സംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിന്നാൽ തീർത്തും നമുക്ക് വിജയം വരിക്കാൻ കഴിയും. അതല്ല ഇതൊക്കെ ഒരു കളിയായി, ഒരു തമാശയായി, അതല്ലെങ്കിൽ ഇത് ഒരു ഏർപ്പാട് മാത്രമായി നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ എല്ലാ രംഗത്തും പരാജയമായിരിക്കും ഉണ്ടാകുക. ഇന്നത്തെ സാഹചര്യം, വരാൻ പോകുന്ന ലോകത്തിൻ്റെ മാറ്റങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ തീർത്തും ചേർന്ന് നിന്നാൽ, ഞങ്ങളോട് ഈ മഹത്തായിരിക്കുന്ന സംവിധാനത്തോടൊപ്പം നിന്നാൽ വിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പ് തരാൻ കഴിയും. റഹ്മാനായ റബ്ബ് അങ്ങനെ ഒരു നല്ല ഉത്തമ സമൂഹ സൃഷ്ടിപ്പ് നടത്താൻ അതിൽ പങ്കാളികളായി, അതിനോട് ചേർന്ന് അതിലൊരു അംഗമായി, അതിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായി തീരാൻ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് വീണ്ടും ഉണർത്തുകയാണ്.
ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒരു പുതിയ പാഠശാല നമ്മുടെ വീട്ടിനകത്ത് ഒരുക്കാൻ തയ്യാറാകുക. എന്നിട്ട് ഈ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ പഠനത്തിന് വേണ്ടി സ്ഥാപനത്തിലേക്ക് വിളിച്ചിരിക്കുന്ന 8, 2, 1 ക്ലാസ്സുകാർ അവർ ഈ പറഞ്ഞതുപോലെ എല്ലാവിധ ഒരുക്കങ്ങളുമായിട്ട് സ്ഥാപനത്തിൽ കൃത്യം 4-ാം തീയതി തിങ്കളാഴ്ച 10 മണിയാകുമ്പോഴേക്ക് എത്തിച്ചേരുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുന്ന ഞാൻ എന്റെ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഗുരുനാഥരെ ആദരിക്കുകയും ചെയ്യും. വിദ്യ നുകരലാണ് എന്റെ പ്രധാന ലക്ഷ്യം. അതിനായി എന്റെ സമയവും ശ്രമങ്ങളും ഞാൻ ചെലവഴിക്കും. സ്ഥാപന പുരോഗതിയിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സ്ഥാപനം വൃത്തിയായി സൂക്ഷിക്കുവാനും പൊതുസ്വത്ത് സംരക്ഷിക്കുവാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതിനായി സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ അംഗീകരിക്കും. ഓൺലൈൻ ക്ലാസുകളിൽ ഉസ്താദുമാരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യും. സഹപാഠി സുഹൃത്തുക്കളെ സഹോദര തുല്യരായി പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും നന്മ പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ പൗരനായി എന്നുമെന്നും ഞാൻ നിലകൊള്ളും.